മധ്യകേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. വൈകുന്നേരം കഴിഞ്ഞാൽ ആ ഗ്രാമം മുഴുവൻ നിശബ്ദം. ഗ്രാമത്തിന്റെ ഒറ്റത്തുരുത്തിൽ രാഘവന്റെ വീട്. വീടിന്റെ പിന്നിൽ പണ്ടുകാലം മുതൽ ഉള്ള ഒരു ചെറിയ കുളം. ആ കുളത്തിനരികിൽ രാത്രിയിൽ പോകാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷേ രാഘവൻ അത് വിശ്വസിച്ചില്ല. ഒരു രാത്രി ഏകദേശം 10 മണി. കറന്റ് പോയി. രാഘവൻ മുറ്റത്ത് കസേരയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുളത്തിനരികിൽ നിന്ന് ഒരു ശബ്ദം. വെള്ളം ഇളകുന്ന ശബ്ദം. അവൻ ശ്രദ്ധിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും. ഇപ്പോൾ കുറച്ച് അടുത്ത് രാഘവൻ വിളിച്ചു, "ആരാ അവിടെ?" ഉത്തരമില്ല. അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം. ഇപ്പോൾ വീട്ടിന്റെ പിന്നിലെ വാതിലിനരികിൽ. രാഘവൻ വാതിൽ തുറന്നില്ല. പക്ഷേ ഒരു പേടി മനസ്സിൽ കേറി. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിൽ ഒരു സംസാരം. കുളത്തിനരികിൽ ആരെങ്കിലും കണ്ടുവെന്ന്. പക്ഷേ ആരും ഉറപ്പില്ല. ഗ്രാമത്തിലെ മുതിർന്നവർ പറഞ്ഞു, ആ കുളം ചിലരെയെങ്കിലും തിരിച്ചു വിളിക്കും. അത് കേട്ടപ്പോൾ രാഘവന്റെ മനസ്സിൽ ഒരു പഴയ സംഭവം. 5 വർഷം മുൻപേ അതേ കുളത്തിൽ ഒരു ചെറുപ്പക്കാരൻ മുങ്ങിമരിച്ചു. അന്ന് രാത്രി രാഘവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കണ്ടു. പക്ഷേ ഭയന്ന് സഹായിച്ചില്ല. അടുത്ത ദിവസം അപകടമരണം ആയി. കേസ് തീർന്നു. അന്ന് രാത്രി രാഘവൻ കുളത്തിനരികിൽ നിന്നു. ചുറ്റും ഇരുട്ട്. കുളത്തിന്റെ നടുവിൽ വെള്ളം പതുക്കെ ഇളകി. പെട്ടെന്ന് ഒരു കൈ വെള്ളത്തിൽ നിന്ന്. പിന്നെ ഒരു മുഖം. വെള്ളം കേറി വീങ്ങിയ മുഖം. കണ്ണുകൾ രാഘവനെ നേരെ നോക്കി. അവൻ പറഞ്ഞു, "നീ അന്ന് കണ്ടില്ലേ?" രാഘവൻ ശബ്ദം പോലും പുറത്തുവരില്ല. ആ മനുഷ്യൻ കുളത്തിന്റെ അരികിലേക്ക് വന്നു. വെള്ളം മുറ്റത്ത് വീണു. അവൻ വീണ്ടും പറഞ്ഞു, "ഇന്ന് നീ കാണപ്പെടും." അടുത്ത ദിവസം രാവിലെ രാഘവന്റെ വീട്. തുറന്ന നിലയിൽ. അകത്ത് ആരും ഇല്ല. കുളത്തിനരികിൽ ഒരു പുതിയ നിശബ്ദ ശരീരം. ഗ്രാമക്കാർ പറഞ്ഞു, കുളം തിരിച്ചു വാങ്ങി. ഇന്നും രാത്രി കഴിഞ്ഞാൽ ആ കുളം ഇളകും. കാരണം കണ്ടിട്ടും സഹായിക്കാത്തവർ ഒരിക്കലും ഒഴിവാകില്ല.